മലയാള ഭാഷയുടെ പിതാവും പ്രാചീന കവിത്രയത്തിൽ പ്രമുഖനുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം. 18 പർവ്വങ്ങളായിട്ടാണ് മഹാഭാരതം കിളിപ്പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ മുന്നേറ്റവും അതിൽ കൗരവർക്കുണ്ടാകുന്ന ആശങ്കയും കൗരവരെ ആശ്വസിപ്പിക്കുന്ന ദ്രോണരുടെ നേതൃത്വ പാടവവുമാണ് ഈ പാഠഭാഗത്തെ ആശയം. എഴുത്തച്ഛൻ്റെ അലങ്കാര ചാതുരിയും വർണ്ണനാമികവും വ്യക്തമാക്കുന്ന വരികൾ. പാണ്ഡവർ എല്ലാ സന്നാഹത്തോടെയും യുദ്ധരംഗത്ത് മുന്നോട്ട് കുതിക്കുന്നു. പൊന്നിൻ നെറ്റിപ്പട്ടമണിഞ്ഞ ആനകൾ മുൾത്തടിയുമേന്തി വരികയാണ്. യുദ്ധരംഗത്ത് ആനകൾ വഹിക്കുന്ന ആയുധമാണ് മുൾത്തടി. തലയെടുപ്പോടുകൂടിയുള്ള അവയുടെ വരവ് കണ്ടാൽ സ്വർണ്ണമല ഇളകി വരികയാണോ എന്ന് തോന്നും. ആനകളുടെ വലിപ്പവും ശക്തിയും എത്രത്തോളമെന്ന് എഴുത്തച്ഛൻ ഈ വരികളിൽ വ്യക്തമാക്കുന്നു. അനേകം വെള്ളക്കുതിരകൾ തുള്ളിക്കളിച്ചു വരുന്നത് കാണുമ്പോൾ കടൽ തിരകൾ ഇളകി വരികയാണോ എന്ന് സംശയിക്കും. യുദ്ധത്തിന്റെ ആവേശവും വേഗതയുമാണ് കുതിരകളുടെ വർണ്ണനയിലൂടെ കവി സൂചിപ്പിക്കുന്നത്. പ്രാസഭംഗി കൊണ്ട് സമ്പന്നമായ വരികൾ. പാണ്ഡവ സൈന്യത്തെ വൻ സമുദ്രത്തോടാണ് എഴുത്തച്ഛൻ ഉപമിച്ചിരിക്കുന്നത്. ഭേരിയുടെയും പടഹത്തിൻ്റെയും കാലാൾപ്പടയുടെയും ശബ്ദം കൂടിച്ചേരുമ്പോൾ ഒരു സമുദ്രം പറന്നു വരുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഭേരി എന്നത് പെരുമ്പറയാണ്. ഭേരിയും പടഹവും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളാണ്. ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കാനാണ് ഭേരി മുഴക്കുന്നത്. ഇത്തരം വിവരണങ്ങളിലൂടെ പാണ്ഡവ സൈന്യത്തിൻ്റെ ശക്തിയും ആർജവവും എഴുത്തച്ഛൻ കാട്ടിത്തരുന്നു. യുദ്ധഭൂമി പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടത് കാരണം ദിക്കുകൾ തിരിച്ചറിയാനാകുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ കൗരവ സൈന്യമാകെ ഒരു ചക്രം തിരിയുന്നത് പോലെ പരിഭ്രമിക്കുന്നു. ചക്രം തിരിയുക എന്ന ശൈലിയിലൂടെ കൗരവരുടെ കഷ്ടസ്ഥിതിയെയാണ് എഴുത്തച്ഛൻ ചൂണ്ടിക്കാട്ടുന്നത്. വില്ലാളി വീരനായ ദ്രോണർ പാണ്ഡവപ്പടയുടെ ശക്തിയെ തിരിച്ചറിയുകയും തങ്ങളുടെ സൈന്യം അവരോട് പിടിച്ചു നിൽക്കില്ല എന്നോർക്കുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. പാണ്ഡവ സൈന്യത്തിൻ്റെ വരവ് നന്നായി നോക്കിക്കാണാൻ തൻ്റെ സൈന്യത്തോട് അദ്ദേഹം പറയുന്നു. കൗരവ സൈന്യത്തിന് ധൈര്യം പകർന്നുകൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുക്കുന്നു. യുദ്ധത്തിൽ വിജയം നേടണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഐക്യവും തന്ത്രപരമായ നീക്കവും യുദ്ധവിജയത്തിന് കൂടിയേ തീരൂ. സൈന്യങ്ങൾ ഒരുമിച്ച് നിന്ന് ആനകളെ മുന്നിൽ നിർത്തണമെന്നും ദ്രോണർ നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം സേനാനായകനായ ദ്രോണർ ചെയ്യുന്നു. എത്രയും വേഗം യുദ്ധഭൂമിയിലെ പൊടിപടലങ്ങൾ അകറ്റുക. ആയോധന വിദ്യയിൽ സമർത്ഥരായവർ ഒന്നിച്ചു നിൽക്കണം. ആർത്തുവരുന്ന പാണ്ഡവപ്പടയുടെ മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന കൗരവപ്പടയെ ഇത്തരം നിർദ്ദേശങ്ങളാൽ ഭരദ്വാജ മഹർഷിയുടെ പുത്രനായ ദ്രോണർ ഉറപ്പിച്ചു നിർത്തുന്നു. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ മുമ്പിൽ കളിക്കുന്ന കാലാൾപ്പടകളും വമ്പോടലറും പടഹവും ഭേരിയും വൻകടൽ പോലെ പരന്നീതു വമ്പട ഹുങ്കാരമോടടുക്കുന്നതു നേരം ദിക്കുകളൊക്കെ മറഞ്ഞു പൊടി കൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാപട നമുക്കെന്നുറച്ചിടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടിതു കാൺക നല്ല വരവും ഭയങ്കരമെത്രയും എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ വല്ലാതെ ധൂളിപ്പടയകറ്റിടുവിൻ വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവിൻ ഇത്തരം ചൊല്ലി ഉറച്ചു ഭരദ്വാജപുത്രനാം ദ്രോണരുറപ്പിച്ചു നിർത്തിനാൻ.